മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പരിധിയിലേക്ക് എത്തുകയാണല്ലോ. CBI കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിന്റെ പേര് വന്നു കഴിഞ്ഞപ്പോൾ ഉയരുന്ന ചോദ്യം KM എബ്രഹാമിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ്. CBI അന്വേഷണത്തിനെതിരെ അപ്പീൽ നൽകാനുള്ള KM എബ്രഹാമിന്റെ തീരുമാനം സർക്കാർ നിർദ്ദേശിച്ചിട്ടാണോ? ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട്. KM എബ്രഹാം എന്തായാലും സ്വയം ഇറങ്ങി പോകില്ല എന്നുറപ്പാണ്. മുഖ്യമന്ത്രി പറയട്ടെ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നതും മുൻകാലത്തെ അദ്ദേഹത്തിന്റെ ഇടപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ബോധ്യമാകുന്ന കാര്യമാണ്. ഇതിൽ പടയ്ക്കൊരുങ്ങുകയാണോ KM എബ്രഹാം മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ? ഉറപ്പായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം KM എബ്രഹാമിന് മുൻപ് പലരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കേസിലകപ്പെട്ട് നമുക്കറിയാം. ശിവശങ്കർ അടക്കം. ശിവശങ്കറിൻ്റെയൊക്കെ കാര്യത്തിൽ അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി കൈവിടുന്ന സാഹചര്യം ഉണ്ടായത്. KM എബ്രഹാമിൻ്റെ കാര്യത്തിലും മുഖ്യമന്ത്രി അതിവേഗം കൈവിടില്ല എന്ന് തന്നെയാണ് പൊതുവിൽ നമ്മളെല്ലാവരും കരുതുകയും ചെയ്യുന്നത്. ആ ഒരു ശൈലി പരിശോധിച്ചാൽ KM എബ്രഹാമിൻ്റെ കാര്യത്തിൽ ഒരു പടി കൂടി KM എബ്രഹാം കടന്നിരിക്കുന്നത് അപ്പീൽ പോവുകയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വിഷു സന്ദേശത്തിൽ കിഫ്ബിയിലെ ജീവനക്കാർക്ക് നൽകിയ വിഷു സന്ദേശ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് താൻ സ്വയം രാജിവെക്കില്ല, മുഖ്യമന്ത്രി വേണമെങ്കിൽ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ്. ആ സമയം തന്നെ മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് കൃത്യമായ സൂചന കൂടി KM എബ്രഹാം നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. അതിനൊപ്പമാണ് അപ്പീൽ കൂടി പോകാനുള്ള തീരുമാനം. അത് സർക്കാരിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ്, മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ്, ആശീർവാദത്തോടു കൂടിയാണ് എന്ന കാര്യത്തിലും ഒരു തരത്തിലും സംശയം വേണ്ട. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രമുഖനായ, വളരെ പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥന് കൂടി, ഒരു ജീവനക്കാരന് കൂടി ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പരിധിയിലേക്ക് വരുന്നു. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് ഹൈക്കോടതി CBIയുടെ അന്വേഷണത്തിന് ഈ കേസ് വിടുന്നത്, പരാതി വിടുന്നത്. കൊച്ചി യൂണിറ്റ് ആയിരിക്കും ഇത് പരിശോധിക്കുക. ആ രൂപത്തിൽ CBIയുടെ അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ, മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിനൊപ്പം തന്നെ അതിനെ മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ കൂടി അനുവാദത്തോടെ അപ്പീൽ പോകുന്നു. രാഷ്ട്രീയമായി കൂടി അതിനെ പ്രതിരോധിക്കുമോ എന്ന ചോദ്യമാണ് ഇനിയുള്ളത്. സുജയ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പീൽ നൽകാൻ തയ്യാറെടുക്കുകയാണ് KM എബ്രഹാം.